മാഷേ മാഷേ സോറി സിദ്ധു സർ, കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ഈ സക്സസിലെ എനിക്കൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. സാറിനത് ഡിനൈ ചെയ്യാൻ പറ്റില്ല. സോ ക്യാൻ വി ബി ഫ്രണ്ട്സ്? അതെ, ഈ വിജയത്തിലെ താൻ ഒരു നല്ല പങ്കുവഹിച്ചിട്ടുണ്ട്. സൊനാലിയിലേക്ക് പുറപ്പെട്ട മോഡൽസിനെ ഇവിടെ എത്താതെ തടഞ്ഞു നിർത്താൻ തനിക്ക് പറ്റി. ഞങ്ങളങ്ങ് തോറ്റുപോകുന്നാണോ വിചാരിച്ചത്? പക്ഷെ മുന്നിൽ വരുന്ന ഓരോ തടസ്സവും പുതിയ വഴികൾ തുറക്കുമെന്നുള്ള ഒരു സത്യം താൻ അറിഞ്ഞില്ലേ? അതെ, എന്റെ സ്റ്റാഫുകൾ ഡിസൈനേഴ്സ് മാത്രമല്ല, റാമ്പില് സൗന്ദര്യം സൃഷ്ടിക്കുന്നവരോടെയാണ്. അതിനെന്തായാലും താനായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നു മോളെ. ഓരോ വാശീന പുതിയ കാര്യങ്ങളുണ്ടാവുന്നേ. എനിവേ, താങ്ക് യു സോ മച്ച്. നിന്നോട് ഞാനിതിന് കടപ്പെട്ടിരിക്കുന്നു. കൊടുകൈ. ഈ കമ്പനിയിലെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പൊ നടക്കുന്നത്. പപ്പ ഉൾപ്പെടെ എല്ലാരെയും ചീറ്റ് ചെയ്യാ. ഇതൊക്കെ ആരുടെ വാക്ക് കേട്ടിട്ടാ? ആരുടെ വാക്ക് കേട്ടിട്ടായാലും അതൊക്കെ നല്ലതിനല്ല. പപ്പയെക്കാളും ശിവേട്ടനെക്കാളും സിദ്ധുവിനെക്കാളും ഇന്നിവിടെ പവർ അപർണയ്ക്ക. അതെങ്ങനെ ഉണ്ടായത്? അവളുടേതാണല്ലോ ഇപ്പൊ എല്ലാ ഡിസിഷനും പോയിന്റ്സും. എല്ലാവരും ഓഫീസിലെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ കൊച്ചുവെളുപ്പാൻ കാലത്ത് ഇവിടെ കാണാൻ പാടില്ലാത്തതൊക്കെയാ കാണുന്നത്. ഈ MD കസേരയ്ക്ക് ഒരു വാല്യൂ ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. ഒരു സ്റ്റാഫിനെ അതിരാവിലെ വിളിച്ചു വരുത്തുന്നത് മോശം കാര്യമാണെന്ന് എന്താ ചിന്തിക്കാത്തത്? ഇവിടെ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല. പിന്നെ വിളിക്കാതെ അവള് രാവിലെ ഓഫീസിലോട്ട് വരുവോ? മാത്രമല്ല സിദ്ധു സാറും രാവിലെ ഓഫീസിൽ വെയിറ്റ് ചെയ്യായിരുന്നല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ടാണ്. അതല്ലാന്ന് ബോധ്യപ്പെടുത്താൻ എന്തിനാ ശ്രമിക്കുന്നത്? നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഇവിടെ ഇല്ല. നീ എന്തെങ്കിലും ജോലി ചെയ്യാനാ വന്നെങ്കിൽ പോയി അത് ചെയ്യും. എന്ത് ജോലി ചെയ്യാൻ? ഞാൻ എന്ത് ജോലി ചെയ്യാനാ? മറ്റ് സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതേ ഇപ്പൊ MD സാർ അല്ലല്ലോ. അതിനൊക്കെ ഇപ്പൊ വേറെ ആൾക്കാരില്ലേ? അയ്യോ കഷ്ടം. നീ കാരണം സിദ്ധുവിന്റെ മനസ്സമാധാനം പോന്നേ ഈ ഓഫീസിന്റെ. May I come in, sir? സാർ എന്തിനാ പ്രതിഭ ഇങ്ങനെ വഴക്ക് പറയുന്നത്? പഴയ കാര്യങ്ങളും പിടിച്ചിരിക്കുന്നതില് ഇനിയും അർത്ഥമില്ലല്ലോ. ഇൻഫാക്ട് എന്ത് സംഭവിച്ചോ അതെല്ലാം നല്ലതായിട്ടല്ലേ വന്നത്. പിന്നെ എന്തിനാ സർ ആ കുട്ടിയെ പഴയ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ വഴക്ക് പറയുന്നേ? പാസ്റ്റിനെ ചേർത്ത് പിടിച്ച് ഇന്ന് ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് താനല്ലേ? എന്നിട്ട് എന്നോടാണോ തന്റെ ചോദ്യം ചെയ്യൽ? സർ, എന്തിനാ സർ ഇങ്ങനെ പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് എന്റെ പാസ്റ്റിന്റെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തിടുന്നത്? സർ എന്ത് പറഞ്ഞാലും അവസാനം വന്ന് നിൽക്കുന്നത് അതിലാണല്ലോ. സർ, ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് ദൈവം എല്ലാവർക്കും തരും. പക്ഷെ അത് ഉപയോഗിക്കാൻ പഠിക്കണം. ഇപ്പൊ നമ്മൾ ആ ചാൻസ് ഉപയോഗിച്ചു, അതിന് റിസൾട്ടും കിട്ടി. പക്ഷെ അതെങ്ങനെയാ ഉണ്ടായതെന്ന് സാറിനിപ്പോ ബോധ്യപ്പെട്ട് കാണുമല്ലോ. ഇപ്പോ ഈ ടോപ്പിക് എടുത്തിട്ട് എന്നോട് ആർഗ്യൂ ചെയ്യാണല്ലേ? എനിക്കറിയാം തന്റെ മനസ്സിൽ എന്താണെന്ന്. ഇപ്പൊ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. അഭിനന്ദിച്ചില്ല. താൻ അത് ആഗ്രഹിച്ചു. മാറ്റി നിർത്തി അഭിനന്ദിക്കുന്നു. താൻ ഒരുപാട് അങ്ങ് ആഗ്രഹിച്ചു. സാർ എന്താ പറഞ്ഞ?
എന്നെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തി അഭിനന്ദിക്കുമെന്ന്. സാറിനെ തെറ്റി. സാറിന്റെ പ്രശംസാ വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളല്ല ഈ അപർണ മുരളി. സാർ അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാ. എന്താ സിദ്ധാർത്ഥ് സാറിന് മറുപടിയില്ലേ? പറയാൻ അഭിനന്ദന വാക്കുകൾ വല്ലതും സാർ കരുതി വെച്ചിട്ടുണ്ടായിരുന്നോ? ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ ഒരു മീറ്റിംഗ് ഉണ്ട്. ഗെറ്റ് ബാക്ക് ടു വർക്ക്. ഗോ. ഓക്കെ സർ. സർ, മെനഞ്ഞാന്ന് രാവിലെ എന്നെ ഫോണിൽ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് സാർ തന്നെ അല്ലേ? ഞാൻ വിളിച്ചെന്നോ? ഞാനാരെയും വിളിച്ചിട്ടൊന്നുമില്ല. സാറ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് എനിക്കിവിടുന്ന് ഒരു കോള് വന്നിരുന്നു. അതാ ഞാൻ നേരത്തെ വന്നത്. പ്രതീക്ഷിച്ച പോലെ സാറിനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല. ഞാൻ ആർക്കു വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുമില്ല. പ്രസന്റേഷന് പോകാൻ വർക്ക് ഫിനിഷ് ചെയ്യാൻ താൻ വന്നെന്നല്ല ഞാൻ കരുതിയത്. സാറ് വിളിച്ചിട്ടില്ല? എടാ, ഞാൻ എന്തിനു വിളിക്കണം? കഷ്ടം. പിന്നെ ആരായിരിക്കും എന്നെ വിളിച്ചത്? തന്നെ ആരും വിളിച്ചിട്ടുണ്ടാവില്ല. എന്നാ താൻ വല്ല സ്വപ്നം കണ്ടായിരിക്കും എന്നെ മീറ്റ് ചെയ്യുന്ന കാര്യം. ഗോ. അവകാശികൾ ആരോ വിളിക്കുന്നല്ലോ. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? ഈ ഫോൺ നിങ്ങളുടെയാണോ? എന്റെ ഫോണെന്ന് പറഞ്ഞാ അത് ശരിയാവില്ല.
എന്താ പറയേണ്ടത്? അത് എന്റെന്ന് പറഞ്ഞ നിങ്ങൾ ആരാ സംസാരിക്കുന്നതെന്നൊന്ന് പറയാവോ പ്ലീസ്? മാഡം, എനിക്ക് ഈ ഫോണ് വഴിന്ന് കളഞ്ഞു കിട്ടിയതാ. ഇതിന്റെ ഉടമസ്ഥൻ ആരെന്നറിയാതെ വിഷമിച്ചിരിക്കുക ഞാൻ. ഓഫീസിൽ നിന്നൊന്ന് പറഞ്ഞ് എന്നെ വിളിച്ച ആളിന്റെ തന്നെയാ, അതുറപ്പാ. അതാരാണെന്നൊന്ന് അറിയണല്ലോ. ഹലോ ഹലോ, ഒന്നും പറഞ്ഞില്ല. ആക്ച്വലി ഫോൺ എന്റെ അല്ല, എന്റെ ഒരു ഓഫീസ് സ്റ്റാഫിന്റെ കയ്യിലിരുന്ന ഫോണാ. ഇത് ഒഫീഷ്യൽ ഫോണാ. ചിലപ്പോ അറിയാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീണുപോയതായിരിക്കും. ഇതെവിടെയാ സ്ഥലം? ഞാനിവിടെ പോളയത്തോടാ. ഞങ്ങളുടെ കടയുടെ മുമ്പിൽ നിന്നാ ഫോൺ കിട്ടിയത്. നിങ്ങൾക്ക് ബിസിനസ് ആണോ? ഒരു ജ്യൂസ് കടയാ, അറേബ്യൻ ജ്യൂസ്, പോളയത്തോട്. ആ ഫോണൊന്ന് ഞങ്ങളുടെ ഓഫീസിലോട്ടൊന്ന് എത്തിക്കാൻ പറ്റോ? എന്ത് ഓഫീസാ? സൊണാലി ഫാബ്. അഡ്രസ് ഞാൻ തരാം. സൊണാലി? അറിയാം. ഇപ്പൊ ഒന്ന് എത്തിക്കാൻ പറ്റോ? അതെ, 1 മണിക്കൂർ കഴിയും. ഇപ്പൊ ഇച്ചിരി തിരക്കാ. ഓക്കെ. ശരി, എത്തിച്ചേക്കാം. കുറച്ച് പുറകെ ഓടിയതാ. ആളെ കിട്ടി. ആരായിരുന്നു? ഈ നമ്പർ അയാളുടെ അല്ലാന്ന്. ഫോൺ വഴിന്ന് കിട്ടിയതാന്ന്. വഴിന്ന് കിട്ടിയതോ? വഴിന്ന് കിട്ടിയതാണെങ്കിൽ അപർണയോട് എന്തിനാ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞത്? കഴിഞ്ഞ ദിവസാ കിട്ടിയതെന്ന്. ഇവിടെ സിറ്റിയിൽ തന്നെയാ. ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവരാന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ നമുക്ക് അറിയാലോ ആരുടെ ഫോണാണെന്ന്. ജയൻ സാർ ഇങ്ങോട്ട് വന്നേ. എന്താ സാറേ? ഞാനേ ഒറിജിനൽ ജയൻ സാറിന്റെ ഭയങ്കര ഫാനായിരുന്നു. നിന്നെ കാണുമ്പോഴേ എനിക്ക് അങ്ങേരെ ഓർമ്മ വരണേ. നീ ഇരിക്കി. സാറ് കാര്യം പറ. ഏയ്, നീ സമാധാനപ്പെടറാ. മോളിങ്ങോട്ട് വന്നിരിക്കി. മിസ്റ്റർ ജയൻ, ഇതാരാണെന്ന് നിനക്കറിയാമോ? സ്റ്റാഫ് അല്ലേ സാറേ? അതിനപ്പുറത്ത് വലുത് നിനക്കറിയാമോ? അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്റെ ഡ്യൂട്ടിയിൽപ്പെടാത്ത കാര്യങ്ങളാണ്. അപ്പോ നിന്റെ ഡ്യൂട്ടിയിൽ പെടാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. സാറേ, എന്റെ ഡ്യൂട്ടിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അപർണ വന്നപ്പോ നീ ഡ്യൂട്ടിയിലുണ്ടായിരുന്നോ? എനിക്ക് സൺഡേ മാത്രമേ ഓഫുള്ളൂ. ബാക്കി 24 മണിക്കൂറും ഡ്യൂട്ടിയാ. ഈ അപർണ മിനിയാന്ന് വെളുപ്പിന് വന്നപ്പോ MD സാർ ഇവിടെ ഉണ്ടായിരുന്നോ? MD സാർ വരുന്നതിന്റെ പോകുന്നതിന്റെ സമയം നോട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. കണ്ടാ മോളെ, ഇവൻ പിടി തരണില്ല. ഇവനേ ജയനല്ല, ജോർജ് കുട്ടിയാ. നീയാണല്ലടാ വെളുപ്പിന് 4:30 അപർണയെ ഫോൺ വിളിച്ച് ഓഫീസിൽ എത്താൻ പറഞ്ഞത്. സാർ, അത് എന്റെ ഡ്യൂട്ടി അല്ല. MD സാർ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചാ നീ ചെയ്യില്ലേ? ഏൽപ്പിച്ചാ ചെയ്യും. ഈ MD സാറ് രാത്രി ഓഫീസിൽ വന്നു. നിന്റെ ഫോണിൽ നിന്ന് ആ കുട്ടിയെ വിളിക്കാൻ പറഞ്ഞു. നീ വിളിച്ചു. അത് ശരിയാണോ? സാറിന് ഇത് എന്തിന്റെ കുഴപ്പാ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. ഇയാളുടെ ഫോൺ നമ്പർ എത്രയാ? എന്റെ നമ്പരും ചരിത്രവും ഒക്കെ ഈ ഓഫീസിലെ രജിസ്റ്ററിലുണ്ട്. നീ ഭയങ്കര അഹങ്കാരിയാണല്ലോടാ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ തന്നെയാ. സാറിങ്ങനെ പോലീസ് മുറയിലൊക്കെ ചോദ്യം ചെയ്യുന്ന എന്തിനാ? MD സാർ ഇവിടെ ഓഫീസിൽ വന്നു, ആ കുട്ടിയും വന്നു. കോഫി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു, കോഫി ഇട്ട് കൊടുക്കുകയും ചെയ്തു. കണ്ട അവര് രണ്ടുപേരും താഴെ റിസപ്ഷനിലായിരുന്നോ? അതോ MDയുടെ മുറിയില് മോളില് അവിടെയായിരുന്നു അവര്? ഞാൻ കോഫി ആയിട്ട് ചെന്നപ്പോ അവര് മുകളിലത്തെ ഹാളിലായിരുന്നു. അതിൽ കൂടുതലൊന്നും എനിക്കറിയത്തില്ല. മോളെ, ഈ അപർണയായിരിക്കും MD സാറിനെ ഫോണിൽ വിളിച്ച്
ഈ പദ്ധതി അവതരിപ്പിച്ചത്? സിദ്ധുവിന്റെ മൈൻഡ് തെറ്റിക്കാൻ അവൾ ഇറങ്ങിയിരിക്കുക. എനിക്കറിയാം എന്ത് വേണോന്ന്. എന്താ സാറേ നോക്കുന്നേ? വല്ലതും ഉണ്ടോ? ജയ, ഇതിലിത്തിരി വെള്ളം ഒഴിച്ചോട്ടാ. ഓ ആയിക്കോട്ടെ. അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്. അവളെ മൂത്ത വക്കീലിനെയാ പിടിച്ചിരിക്കുന്നത്. എന്നാലും ഇവക്ക് ഈ മൂത്ത വക്കീലന്മാരൊക്കെ ആയിട്ട് എങ്ങനെയാ മധുവേട്ട ബന്ധം? അപ്പുവിന്റെ അപ്പന്റെ വലിയ ഫ്രണ്ടാ ഈ ഷാഹുലിന്റെ തന്ത. ആള് തട്ടിപ്പോയി. ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. എന്നാലും ഈ പെണ്ണ് നിസ്സാരക്കാരിയല്ലല്ലോ. കറക്റ്റ് സ്ഥലത്തല്ലേ അവള് പിടിച്ചേക്കുന്നത്. എടി പ്രഭേ, ഇവളുടെ ഏറ്റവും വലിയ പിടിയും പിടിപാടും എന്ന് പറയുന്നതേ സൊനാലിയുടെ മുതലാളിയല്ലേ. ഇപ്പത് കുത്തിപ്പൊക്കിയതാരാ? ഇവളുടെ തലയില് ഇത് ഉദിക്കണമെങ്കിൽ അതിന്റെ ബ്രെയിൻ വർക്ക് അവനാ. ഈ ഷാഹുല് സൊനാലിയിലെ ലീഗൽ അഡ്വൈസറായിട്ട് കുറെ നാൾ ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ റൂട്ട് നിനക്ക് പിടികിട്ടിയോ? മധുവേട്ട, റൂട്ടൊക്കെ പിടികിട്ടുന്നത് വേറെ. നമ്മളിനി എന്തോ ചെയ്യും? നമുക്ക് നാട്ടിലോട്ട് സ്ഥലം വിട്ടാ? നാട്ടിലോട്ട് പോവാനോ? ആ പിന്നല്ലാതെ. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കേസിനും കുലുമാലിലേക്ക് ഞാനും കൂടി ഉത്തരം പറയേണ്ടി വരും. സ്വയം പ്രഭേ, അങ്ങനെ നമുക്ക് രക്ഷപ്പെട്ടു പോവാൻ പറ്റത്തില്ല. ഒന്നോർത്താ, നമ്മള് പകുതി കുരിക്കില്ല. നമ്മള് കുരിക്കിലോ? പിന്നല്ലാതെ. കുരുങ്ങിയതും കുരിക്കിയതൊക്കെ മധുവേട്ടൻ. എനിക്ക് ഈ ഇടപാടൊന്നും അറിയാൻ പാടില്ല. മധുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല, ഒന്നും കേട്ടിട്ടുമില്ല. ആമി വരുമ്പോഴേക്കും ഞാൻ സ്ഥലം വിടും. ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഒന്ന് നിക്ക്. ഈ ഭജനയൊന്നും ആവശ്യമില്ല. പിന്നല്ലാതെ. ഞാനേ ഒരു പരിഹാരം കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് പരിഹാരം? ഈ ചത്തുപോയ ചെറുക്കൻ തിരിച്ചിറങ്ങി വന്നിട്ട് പറയോ ലക്ഷക്കണക്കിന് പൈസ കടം മേടിച്ചിട്ടുണ്ടെന്ന് ഇറങ്ങി വന്ന് പറയോ? ഇല്ലല്ലോ. ഇല്ലല്ലോ. ചത്തുപോയിരിക്കുന്നവൻ ഇനി വരത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ പറയുന്നതാ ശരി. അധികാരത്തിലെ സത്യനാഥൻ പറയുന്നതാ ശരി. 18.5 ലക്ഷം അവന്റെ കയ്യിൽ നിന്ന് ഈ ചെക്കൻ വാങ്ങിച്ചതിന്റെ രേഖ സത്യനാഥൻ അങ്ങ് കൊടുക്കും. രേഖയോ? ഇപ്പൊ രേഖ എവിടുന്ന് വന്ന്? നിങ്ങളുടെ രേഖയൊന്നുമില്ലാന്ന് പറഞ്ഞ് കൈമലത്ത് നടക്കുമായിരുന്നല്ലോ കുറച്ചു ദിവസമായിട്ട്. അവള് വക്കീലിന് കൊടുക്കാൻ ചോദിച്ചിട്ട് നിങ്ങൾ കൊടുത്തോ? ഇല്ലല്ലോ. പിന്നെ എവിടുന്ന ഇപ്പൊ രേഖ? പ്രഭേ, സത്യനാഥൻ നമ്മുടെ ചെക്കന്റെ കയ്യിൽ നിന്നും 18.5 ലക്ഷം കൈപ്പറ്റിയതിന്റെ അതിനീടായിട്ട് വീടിന്റെ ആധാരം വെച്ചിട്ടുണ്ടെന്നും ഞാൻ അങ്ങ് കാണിക്കും. അതെങ്ങനെ നടക്കും? ആധാരം ആമയുടെ മുറിയിൽ വെച്ച് പൂട്ടിയേക്കുമല്ലേ? ഇരിക്കട്ടെ, അത് ഞാനെടുത്ത് സത്യനാഥനെ ഏൽപ്പിക്കും. കൈപ്പറ്റിയതിന്റെ ദിവസവും ചെറുക്കന്റെ ഒപ്പും നമ്മൾ അങ്ങ് ഏൽപ്പിക്കും. അപ്പും അവളുടെ വക്കീലും കൂടി ചെല്ലുമ്പോഴേ സത്യനാഥൻ ആ പ്രമാണം എടുത്ത് മുന്നിലോട്ട് അങ്ങ് വെക്കും. കൂടെ ചെറുക്കൻ കൈപ്പറ്റിയതിന്റെ രേഖയും. അതോടെ കഴിഞ്ഞേ. എന്റെ മധുവേട്ടാ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു. പക്ഷെ സത്യനാഥൻ സമ്മതിക്കൂ? സത്യനാഥനെ സത്യമുള്ളവനാ, സത്യസന്ധനാ. അഡ്വാൻസ് ആയിട്ട് ഒരു 2 ലക്ഷം രൂപ കയ്യിലോട്ട് അങ്ങ് വെച്ചു കൊടുത്തു. അയാൾ സമ്മതിച്ചു. പ്രമാണം ഇന്ന് തന്നെ എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കണം. പക്ഷത് ആമിയുടെ മുറിയിൽ അലമാരയില. ഇനി ആമി ആ കീയും കൊണ്ടാണോ പോയത്? കീ അവിടെ ഇരിപ്പുണ്ട്, ആ ചെറുക്കന്റെ ഫോട്ടോയുടെ അടിയില്. ബടി കള്ളി. അപ്പൊ നീ എല്ലാം അറിഞ്ഞുകൊണ്ടല്ലയോ? പിന്നെ പോന്നു. വാ വാ വാ, നമുക്ക് ആ സ്വർണ്ണ കീ എടുക്കാം. വാ വാ. ഞാൻ വരണു. നമ്മുടെ കഷ്ടകാലമൊക്കെ തീർന്നടി.
ഇത് കാണുന്നില്ലല്ലോ. എവിടെ ഇത്? എവിടെ പോയി? ആധാരം എവിടെ?